നമസ്കാരം. ഇന്ന് നമ്മൾ രണ്ടാമത്തെ ദിവസത്തിലേക്ക് കിടക്കുകയാണ്. നവരാത്രി ഉത്സവത്തിൻ്റെ. അതെ, ഇന്ന് ദേവിയെ അല്ലെങ്കിൽ ഭഗവതിയെ നമ്മൾ ബ്രഹ്മചാരിണി എന്ന രൂപത്തിലൂടെയാണ് നമ്മൾ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്യുന്നത്. ബ്രഹ്മചാരിണി ആ രൂപത്തിന് പ്രത്യേകത എന്താ വെച്ചാൽ വളരെയധികം തപോനിഷ്ഠമായിട്ടാണ് ഋഷിവര്യന്മാർ ആ ദേവിയെ, ദുർഗാദേവിയുടെ രണ്ടാം ഭാവത്തിനെ കാണിച്ചിരിക്കുന്നത്. ശുഭ്രവസ്ത്രധാരിയായിട്ട് കയ്യിലൊരു ജപമാലയും കമണ്ഡലവും ഒക്കെ പിടിച്ച് ഒരു താപസഭാവത്തിലുള്ള ദേവി സങ്കല്പമാണ് ബ്രഹ്മചാരിണിയുടെ. അപ്പോൾ ഔട്ടർ സൈഡിൽ ഫിസിക്കലി നമ്മൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഭൗതികമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു ഈ രൂപമാണെങ്കിലും ഇത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള അന്തരംഗത്തിൽ തന്നെയുള്ള ആ ചേതനയുടെ ചില പ്രത്യേകതകളെ കുറിച്ചാണ് ശരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു തത്വത്തെക്കുറിച്ച് ഗുരുദേവ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അന്തരംഗത്തിൽ തന്നെയുള്ള ആ ഒരു വിർജിനിറ്റി അല്ലെങ്കിൽ ഒരു പൂർണ്ണമായിട്ടുള്ള നൈർമല്യം, കറകളഞ്ഞ നൈർമല്യം, നിഷ്കളങ്കത എന്നൊക്കെ പറയാം. ആ ഒരു തത്വത്തിനെയാണ് ഇവിടെ ബ്രഹ്മചാരിണി എന്ന ആ ഒരു ചൈതന്യം കാണിച്ചു തരുന്നത്. അപ്പം ബ്രഹ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനന്തത എന്ന അർത്ഥമുണ്ട്. അപ്പോൾ അനന്തമായിട്ടുള്ള, ഗുരുദേവ് പറയാം, അനന്തമായത് അതിനോടൊപ്പം ചരിക്കുന്നവർ അല്ലെങ്കിൽ അതിനോടൊപ്പം ചലിക്കുന്നവർ, മൂവിങ് വിത്ത് ബ്രഹ്മൻ ഓർ ഇൻഫിനിറ്റി. അപ്പം ഇതൊരു വിരോധാഭാസമായിട്ടാണ് ഗുരുദേവ് പറയുന്നത്. കാരണം അനന്തത എന്ന് പറയുന്നത് എല്ലായിടത്തും ഉള്ളതാണ്. അപ്പോൾ എങ്ങോട്ടാണ് ചരിക്കുക അല്ലെങ്കിൽ എങ്ങോട്ടാണ് മൂവ് ചെയ്യുക? അനന്തമായിട്ടുള്ളതിനോടൊപ്പം ഒരിക്കലും നമുക്ക് ചരിക്കാൻ പറ്റില്ല, അതിനൊപ്പം മൂവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ആ ഒരു ചൈതന്യത്തിൻ്റെ ഒരു മനോഹാരിത ഗുരുദേവ് പറയുകയാണ്. അനന്തമാണെങ്കിലും അതിനോടൊപ്പം തന്നെ സക്രിയമായിട്ട് അത് ചലിക്കുന്നുണ്ട്. അത് പൂർണ്ണമാണെങ്കിലും പൂർണ്ണമായത് കംപ്ലീറ്റ് എന്നാണ് പറയുക, അല്ലേ? കംപ്ലീറ്റ് ആണെങ്കിൽ അത് പിന്നെയും വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ്, വിടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഉപനിഷത്തുകളിലൊക്കെ പറയുന്ന ഒരു മന്ത്രമുണ്ട്, പൂർണ്ണമിതം, അല്ലേ? അതുപോലെ തന്നെ ഇത് അനന്തമാണ്, അതേപോലെ തന്നെ അത് ചലിക്കുന്നുമുണ്ട്. എപ്രകാരം? ഏറ്റവും മനോഹരമായിട്ട് കാണാവുന്ന ഒരു എക്സാമ്പിൾ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത്, സമുദ്രം അഗാധമാണ്, അതെങ്ങോട്ടും ചലിക്കുന്നില്ല. പക്ഷെ അതിൻ്റെ അകത്തുള്ള അലകൾക്ക്, തിരമാലകൾക്ക് എന്തുണ്ട്? ചലനമുണ്ട്, അല്ലേ? അത് അഗാധമാണ്, അനന്തമാണ്, പക്ഷേ അതിൻ്റെ അലയൊലികൾക്ക് ചലനമുണ്ട്. ഇതുപോലെ ബ്രഹ്മം എന്ന് പറയുന്ന ആ ഈശ്വര ചൈതന്യത്തിൻ്റെ അചഞ്ചലമായ ആസ്പെക്റ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ അതിനോടൊപ്പം ചടുലമായിട്ട് നടനമാടുന്ന ഒരു വേവ് ഫങ്ഷൻ പോലെ നടനമാടുന്ന ഒരു തത്വം കൂടെയുണ്ട്. ഈ ചൈതന്യത്തിനെയാണ് ശക്തി എന്നും ദേവി എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. ആ ചൈതന്യമാണ് എന്താണ് ബ്രഹ്മത്തെ പോലും സക്രിയമായിട്ട് നിലനിർത്തുന്നതെന്ന് ആചാര്യസ്വാമികളുടെ സൗന്ദര്യലഹരി ഉൾപ്പെടെയുള്ള ദേവീ സ്തുതികളിൽ പറയുന്നു. ശിവ ശക്തിയായുക്തോ യതി ഭവതി ശക്തപ്രഭവിതം. ശിവൻ ശക്തിയോട് ചേരുമ്പോൾ പ്രബലനായിത്തീരുന്നു എന്നൊരു വാക്യം തന്നെ അതിലുണ്ട്. അതെ, ആ ബ്രഹ്മത്തോടൊപ്പം സദാ ചരിച്ചുകൊണ്ടിരിക്കുന്നവർ, അതാണ് ശക്തി എന്ന അല്ലെങ്കിൽ ബ്രഹ്മചാരിണി എന്ന ഭാവത്തിന് പറയുന്ന തത്വം. അപ്പോൾ ഈ ബ്രഹ്മചാരിണി എന്ന ഭാവം നമുക്ക് മറ്റ് പല അനുഗ്രഹങ്ങളും നൽകുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ ഏറ്റവും പ്യുവറായിട്ട് നിൽക്കാനായിട്ട്, ഏറ്റവും നിഷ്കളങ്കമായിട്ട്, ഏറ്റവും സത്യത്തോടൊപ്പം നിലനിൽക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന, അല്ലെങ്കിൽ സത്യനിഷ്ഠയോടെ ജീവിക്കാൻ, കൂടുതൽ നൈർമല്യത്തിൽ ജീവിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഏതോ ഒരു ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്, അല്ലേ? തെറ്റുകൾ ചെയ്യുമ്പോൾ അങ്ങനെയല്ല, ഇങ്ങനെ ചെയ്യണം എന്നുള്ള നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഏതോ ഒരു ശക്തി നമ്മളോട് പറയാറുണ്ട്. അത് നമ്മുടെ തന്നെ ചേതനയുടെ ഒരു ഭാഗമാണ്. ഏതോ അജ്ഞാത കോണിൽ സദാ വൈബ്രൻ്റ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു തത്വത്തിനെയാണ് ബ്രഹ്മചാരിണി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചൈതന്യങ്ങളൊന്നും ഗുരുദേവന്റെ വീക്ഷണകോണിൽ അല്ലെങ്കിൽ മഹാഋഷിവര്യന്മാരുടെ വീക്ഷണകോണിൽ ഇതൊന്നും, തേജഭാരതീയ ഋഷിവര്യന്മാരുടെ വീക്ഷണകോണിൽ ഇതൊന്നും നമ്മിൽ നിന്ന് അന്യമല്ല. നമ്മുടെ ഉള്ളിൽ തന്നെ നിലനിൽക്കുന്ന അഭൗമമായ, അതീന്ദ്രിയമായ, എന്നാൽ ശുഭ്രമായ ചൈതന്യം എന്നാണ് പറയുന്നത് ബ്രഹ്മചാരിണി എന്ന ഭാവം. അപ്പോൾ ഈ ബ്രഹ്മചാരിണി ഭാവം എന്താണ് അതിനെ ഉപാസിക്കുന്നതിലൂടെ കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ദിവസം ഗുരുദേവ് ധ്യാനം കൊടുക്കുന്നത് സംതൃപ്തി അടയാനായിട്ട്. ഈ ലോകത്ത് പല പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, അല്ലേ? അത് എന്തിനാണ്? ആത്യന്തികമായിട്ട് നമ്മുടെ സംതൃപ്തിക്കും സന്തോഷത്തിനും വേണ്ടിയിട്ടാണ്, അല്ലേ? അപ്പോൾ ബ്രഹ്മചാരിണി എന്ന ആ ഒരു ഭാവത്തിലേക്ക് പൂർണ്ണമായിട്ട് നിഷ്കളങ്കതയിലും സംതൃപ്തിയിലും നമ്മൾ വിടരാൻ തുടങ്ങുമ്പോൾ ആത്മചേതന കൂടുതൽ വിടരാൻ തുടങ്ങും. അപ്പം അസംതൃപ്തിയിൽ നിന്ന് സംതൃപ്തിയിലേക്കുള്ള
ഒരു പ്രയാണം കൂടിയാണ് ബ്രഹ്മചാരിണി ദേവി ഉപാസനയിലൂടെ നമുക്ക് നേടാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ധ്യാനം എന്ന് പറയുന്നത് മെഡിറ്റേഷൻ ഫോർ കണ്ടൻമെന്റ് എന്നാണ് ഗുരുദേവ് പറയാറുള്ളത്. അപ്പോൾ ആ മെഡിറ്റേഷൻ്റെ ഒരു വീഡിയോ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്തേക്കാം. നിങ്ങളെല്ലാവരും ചെയ്യുക. ഗുരുദേവിനെ കുറിച്ച് ഒരു ചെറിയ ലഘു ആയിട്ടുള്ള ഒരു സന്ദേശം നൽകിയതിന് ശേഷം ചില ഇൻസ്ട്രക്ഷൻസ് നൽകിയിട്ടുണ്ടാവും. അതിനോടൊപ്പം നമ്മൾ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ആ ചൈതന്യത്തെ കൂടുതൽ അറിയാൻ കഴിയും. അത് അന്വേഷിച്ച് എവിടെയും പോകേണ്ട ആവശ്യമില്ല. അന്തരംഗത്തിലേക്ക് അകത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒളിച്ചിരിക്കുന്നുണ്ട് അത് ആ അനന്തതയുടെ, ആ നൈർമല്യത്തിൻ്റെ, നിഷ്കളങ്കതയുടെ മാതൃഭാവമായിട്ടുള്ള ബ്രഹ്മചാരിണി ദേവി, മദർ ഡിവൈൻ, ഈശ്വരനെ അമ്മയായിട്ട് കണ്ട് ആ മാതൃവാത്സല്യത്തോടെ അമ്മയെ എന്ന് വിളിക്കുന്ന കുഞ്ഞിൻ്റെ ആ വാത്സല്യത്തോടെ ഈശ്വരനെ പൂജിച്ച അല്ലെങ്കിൽ പൂജിക്കുന്ന, ആരാധിക്കുന്ന, ആദരിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? എന്നമ്മേ ഒന്നു കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു, ഈ തിരുമുൻപിൽ വന്നു നിന്നാൽ ഞാൻ അമ്പാടി പൈക്കിടാവ്. അതെ, ആ അമ്മയുടെ അടുത്ത് നമ്മൾ നിഷ്കളങ്കതയോടെ കഴിച്ചു കൂട്ടിയ പൈക്കിടാവിനെ പോലെ, നിഷ്കളങ്കതയിൽ കഴിച്ചു കൂട്ടിയ മക്കളെ പോലെ ആ പ്രപഞ്ചമാകുന്ന മാതാവിൻ്റെ ബ്രഹ്മചാരിണിയായിട്ടുള്ള സകല വിധത്തിലുള്ള തപസ്സിനും സംതൃപ്തിയും ഐശ്വര്യവും അതേപോലെ നിഷ്കളങ്കതയും വർദ്ധിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന ആ ബോധചൈതന്യത്തിൻ്റെ ശക്തിയായിട്ടുള്ള ബ്രഹ്മചാരിണി ആ രൂപത്തിലൂടെ, ആ ധ്യാനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കൂടുതൽ നമ്മൾ ആത്മതത്വത്തിലേക്ക്, അനന്തതയുടെ ആ സാക്ഷാത്കാരത്തിലേക്ക് നമ്മൾ പതുക്കെ നടന്ന് കയറാൻ തുടങ്ങും. അതെ, അപ്പോൾ ഈ ദിവസമാണ് ബ്രഹ്മചാരിണി ആരാധനയ്ക്ക് ഭാരതം മുഴുവനും തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പം നമുക്കും ആ ബ്രഹ്മചാരിണി ദേവിയെ സ്തുതിച്ചുകൊണ്ട് ഹൃദയത്തെ പരിശുദ്ധമാക്കി ആ ആത്മസാക്ഷാത്കാരത്തിൻ്റെ അനന്തതയിലേക്ക്, ചടുലതയിലേക്ക് നമുക്ക് സഞ്ചരിക്കാം. ജയ് ഗുരുദേവ്.